ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അബീസ് വേൾഡ്. അപ്പൊ ഗൈസ്, സ്റ്റാർ കവിന്റെ സിനിമ ഈ ആഴ്ച തമിഴിൽ റിലീസായ സിനിമ ഞാൻ കണ്ടു. സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സിനിമ ഇസ് എ ഗുഡ് അറ്റംപ്റ്റ്. നല്ലൊരു അറ്റംപ്റ്റ് ആണ്. സിനിമ അത്ര മികച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത്ര മികച്ചതല്ല. എന്നാലും സിനിമ നല്ലൊരു അറ്റംപ്റ്റ് ആണ്. എസ്പെഷ്യലി സിനിമയുടെ ക്ലൈമാക്സ്. സിനിമയുടെ ക്ലൈമാക്സ് ആണ് സിനിമയുടെ തൂക്കി പിടിച്ച് നിർത്തുന്നത്. വൺ ട്വിസ്റ്റ് ആണ് ക്ലൈമാക്സ്. ഓക്കെ, ആൻഡ് ഫസ്റ്റ് കവിൻ ഇസ് ടു ഗുഡ്. നല്ല പോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. കവിൻ ഒരു നല്ല പെർഫോമർ ആണെന്ന് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ 100% ഇങ്ങനെ വരയിട്ട് ഒപ്പിട്ട് വെക്കാൻ പറ്റും. കാരണം പുള്ളിക്കാരന്റെ ഒരു 3-4 ഫേസ് ജീവിതത്തിൽ ഇത് കാണിക്കുന്നുണ്ട്. ഇതിന്റെ കഥ എന്ന് വെച്ചാൽ, ഒരു ആക്ടിങ്ങിന് പാഷൻ ഉള്ള ഒരാള് എങ്ങനെ സ്റ്റാർ ആവുന്നതാണ് പടത്തിന്റെ ഒരു കഥ. പക്ഷെ ഇതിലൊരു 3-4 ഫേസ് കാണിക്കുന്നത് പുള്ളിക്കാരന്റെ ജീവിതത്തിന്റെ. കോളേജ്, ഒരു മിഡ് ഫേസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ആക്സിഡന്റ് ഫേസ്, അത് കഴിഞ്ഞിട്ട് ഒരു റിക്കവറി. ഇതൊക്കെ കവിൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര ഈസി ആയിട്ട് എല്ലാവരും കൊണ്ടും പറ്റുന്നതല്ല. കവിൻ അത് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ആരെങ്കിലും അഭിനയം പോരാതെ തോന്നി നമുക്ക് ഒരുപാട് സിനിമ ബോറടിച്ചെന്ന് വരും. പക്ഷെ കവിൻ അത് സൂപ്പറായി പെർഫോം ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ സിനിമയുടെ അവസാനം വരെ പിടിച്ചു നിൽക്കും. അവസാനത്തെ ഒരു ട്വിസ്റ്റ് കൂടി കണ്ടുകഴിയുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നും, ഓക്കെ, ഇതൊരു നല്ല സിനിമയാണെന്ന്. കവിൻ എന്തായാലും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഡയറക്ടർ എലൻ ആയിക്കോട്ടെ, നല്ലപോലെ എഴുതിയിട്ടുണ്ട്. ഒരു എന്താ പറയാ, സിനിമയ്ക്കുള്ളിൽ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ആക്ടിങ്ങിന്റെ ഒരു ആക്ടറിന്റെ പാഷൻ ഇതൊക്കെയാണ് കാണിക്കുന്നതെങ്കിലും സിനിമയെ കുറിച്ച് ഒരുപാട് പറയുന്നില്ല ബാക്കിയുള്ള സിനിമകളിലെ പോലെ. പക്ഷെ ഇതിൽ ഒരു ആക്ടർ എന്തൊക്കെ കഷ്ടങ്ങൾ അനുഭവിക്കുന്നു, അല്ലെങ്കിൽ ഒരു താഴെ ലെവലിൽ നിന്ന് വരുന്ന ഒരാൾ ആക്ടിങ്ങിനോട് പാഷൻ വെച്ചാൽ അയാളുടെ ലൈഫിൽ എന്തൊക്കെ കഷ്ടങ്ങൾ വരും, ഇതൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. സോ ഇതൊക്കെ കാണിക്കുന്നത് ഫുള്ളും സൂപ്പർ ആയിരുന്നു. ഈ ഇമോഷൻ സീൻസ് എല്ലാം ഫുള്ളും വർക്ക്ഔട്ട് ആയോ എന്ന് വെച്ചാൽ എനിക്ക് കുറച്ചിടത്തൊക്കെ ക്രിഞ്ചായിട്ട് തോന്നി കുറച്ച് സീൻസ് ഒക്കെ. എന്നാലും ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഹാഫ് നമ്മൾ ഇങ്ങനെ പിടിച്ചിരുത്തും. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ സെക്കൻഡ് ഹാഫ് ഇങ്ങനെ ഡാർക്കായിട്ട് നമുക്ക് തോന്നും ഇതെന്താ ഈ പടം അങ്ങനെ പോകുന്നു. പക്ഷെ ക്ലൈമാക്സിൽ നിങ്ങൾ ആ ട്വിസ്റ്റ് കണ്ടു കഴിയുമ്പോൾ ഗൈസ്, നിങ്ങൾ വിചാരിക്കും ഓക്കെ, ഇതൊരു നല്ലൊരു സിനിമയായിരുന്നു നമുക്ക് അപ്പം തോന്നും. അതിൻ്റെ ഇതിൽ ബാക്കി അഭിനയിച്ചവരെല്ലാം നല്ലപോലെ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. കൂടുതലും പുതുമുഖങ്ങളാണ്. നമ്മുടെ ലാലിന്റെ മലയാളത്തിൽ നിന്ന് പുള്ളിക്കാരൻ നല്ലപോലെ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് യുവൻ ശങ്കർ രാജാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. മ്യൂസിക്കിൽ എന്താണെന്ന് വെച്ചാൽ BGM ഒക്കെ കൊള്ളായിരുന്നു. പക്ഷെ യുവന്റെ പാട്ടുകൾ ഈ കുറച്ച് കാലങ്ങളായിട്ട് ഇവന്റെ പാട്ടുകളൊന്നും അത്ര മികച്ചതായിരുന്നു. ഒരു വിന്റേജ് ഇവനെ നമ്മൾ മിസ് ചെയ്യണ്ടായിരുന്നു. സോ അതുപോലെ തന്നെ ഇതിലും പാട്ടുകൾ എനിക്ക് അത്ര പോരാത്തതുപോലെ തോന്നി. പക്ഷെ വിന്റേജ് ആയിട്ട് ഇവന്റെ ഒരു പാട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു റീമിക്സ് പോലെ ഒരു പാട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ തിയേറ്ററിൽ നല്ലപോലെ എൻജോയ് ചെയ്യും. ആൻഡ് സിനിമോട്ടോഗ്രാഫി, ടെക്നിക്കൽ സൈഡ് ആസ്പെക്ട് എല്ലാം സൂപ്പർ ആയിട്ടായിരുന്നു. മൊത്തത്തിൽ ഒരു നല്ലൊരു അറ്റംപ്റ്റ് ആണ് തമിഴ് സിനിമയിൽ ഈ വർഷം ഇറങ്ങിയതിൽ. നല്ലൊരു അറ്റംപ്റ്റ്. ഐ തിങ്ക് തമിഴ് സിനിമയിൽ ഈ വർഷം ഇറങ്ങിയതിൽ ഒരു നല്ല പടം ഇത് തന്നെ ആയിരിക്കും. എന്തായാലും എല്ലാവർക്കും തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു പടം തന്നെയാണിത്. നിങ്ങൾക്ക് ആർക്കും നിരാശ വരില്ല. നിങ്ങൾ പക്ഷെ ക്ഷമയോടെ, എന്താ പറയുക, ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫൊക്കെ ക്ഷമയോടെ ഇരുന്ന് കാണാം. കാരണം റൺ ടൈം കുറച്ച് കൂടുതലാണ്, 2.5 മണിക്കൂറുണ്ട്. അപ്പൊ അത് ക്ഷമയോടെ ഇരുന്ന് കണ്ടാൽ നിങ്ങൾക്ക് ക്ലൈമാക്സ് കഴിഞ്ഞിറങ്ങി വരുമ്പോൾ നല്ലൊരു സിനിമ കൊണ്ട് ഒരു പ്രതീതി ഉറപ്പായിട്ടും. നല്ലൊരു ഡിഫറെന്റ് ആയിട്ടുള്ള അറ്റംപ്റ്റ് ആണ്. സോ കവിൻ ഇസ് ചൂസിങ് ഹിസ് സ്ക്രിപ്റ്റ് വൈസ്ലി. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന്റെ അടുത്ത പടത്തിന് വേണ്ടി ഞാൻ നല്ല വെയിറ്റിംഗ് ആണ്. എന്തായാലും നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. തമിഴ് സിനിമയിൽ ഇനി വരാൻ പോകുന്ന ഒരു സ്റ്റാർ ആയിട്ട് കവിൻ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗൈസ്, അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അബീസ് വേൾഡ്. ഞാൻ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ ഗൈസ്.